വീട്ടിൽ ഞാനിന്ന് വന്നിരിക്കുന്ന എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കേക്കുമായിട്ടാണ്. ആദ്യം നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ കൂട്ടിയിട്ടുള്ള മൈദ ബൂസ്റ്റ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ അരിച്ചെടുത്തതാണ്. ഇത് നമ്മുടെ കപ്പ് പഞ്ചസാര പൊടിച്ചത്. പിന്നെ ഇത് നമ്മളെ മൈദ ഏതാവോ എലൈറ്റിന്റെ മൈദ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ സൺഫ്ലവർ ഓയില്, വാനില എസൻസ്. ഇനി നമ്മൾ 4 മുട്ട ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബീറ്റർ ചെയ്യാം. നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് 1 ടേബിൾ ടീസ്പൂൺ ആയിട്ട് ഒഴിക്കണം. വാനില എസൻസ് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് എന്നിട്ട് 4 പ്രാവശ്യമായിട്ട് അത് ഇട്ട് ബീറ്റ് ചെയ്യണം. ഒരുമിച്ച് ഇടാൻ പാടില്ല കേട്ടോ. നമ്മൾ ഒന്നുകൂടി ഇട്ടിട്ട് ബീറ്റ് ചെയ്യാണ്. നമ്മൾ 4ാമത്തെ ട്രിപ്പാണ് ഇട്ടേക്കണത്. എന്നിട്ട് ഇത് ബീറ്റ് ചെയ്യാം കേട്ടോ. പഞ്ചസാര ഇട്ട് നമ്മൾ നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം കേട്ടോ. 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്യണം. നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് അധികം നേരം ബീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. പൊങ്ങി വന്നത് അത് താഴ്ന്നു പോകും. നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് ശരിയാവില്ല കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് നമ്മളെ ബൂസ്റ്റും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയൊക്കെ ഇട്ട് അരിച്ചു വെച്ചത് നമുക്ക് 4 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് അത് നമ്മൾ നമ്മളിത് ഇട്ടിട്ട് ഇളക്കുമ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് എന്ന രീതിയിൽ വേണം നമ്മളത് എടുക്കാൻ. പതുക്കെ പതുക്കെ വേണം നമ്മളിത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അധികം മിക്സ് ചെയ്യാനും പാടില്ല. ഓവറായിട്ട് ചെയ്ത് നമ്മുടെ കേക്ക് നല്ലോണം പൊന്തി വരില്ല കേട്ടോ. ഇത് ലാസ്റ്റത്തെയാണ് നമ്മളിത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യാം. നമ്മൾ ഇതൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് അതിന് ബേക്ക് ചെയ്യണ പാത്രത്തിൽ ഒഴിച്ച് നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ അതിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഓവനിലേക്ക് കയറ്റാം. അപ്പോൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയും ക്രീം തേക്കണ വീഡിയോയും നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ.